ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദനും കനകയും കൂടെ അവിടുന്ന് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതേസമയം എല്ലാവരും നയനെ ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ടല്ലോ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മൂത്ത മോൾ എവിടെയും ചോദിക്കുന്ന സമയത്ത് അവളുടെ പാട്ട് നോക്കി നിന്നോളും എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അവൾക്ക് അങ്ങനെ അച്ഛനും അമ്മയും വേണമെന്നൊന്നുമില്ല. പിന്നെ വേറൊരാളുണ്ട്, ആളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ് നയനെ കുത്തുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്, അവൾ എന്താ ചെയ്തത്? ഇന്ന് അവൾ നന്നായിട്ട് കീർത്തനം ചൊല്ലുകയും ഒക്കെ പൂജ ചെയ്യുകയൊക്കെ ചെയ്തു, നിനക്കൊക്കെ അതൊക്കെ അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ജലജ വായടപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ അപേക്ഷിക്കാമെന്നല്ലാതെ നിനക്കൊക്കെ എന്തെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മക്കളും കൂടി ആയിരുന്നു അമ്പലത്തിലൊക്കെ പോയിരുന്നത്. മൂർത്തി പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഗോവിന്ദൻ അത് സമ്മതിക്കുകയാണ്. ശരിയാണ് സാറ് പറഞ്ഞത്. ഇപ്പം ഞങ്ങളെ യാത്രയാക്കാൻ വരാത്ത മോളും ഒക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ അയൽക്കാരും ഒക്കെ പറയാറുണ്ട് നയനമോൾ പറ്റിയ പഴഞ്ചനാണെന്ന്. ആ സമയത്ത് സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനും നയനമോളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പുതുതായിട്ട് തന്നെ ജീവിച്ചാൽ പോരല്ലോ, ആരെങ്കിലും ഒരാളെങ്കിലും വേണമല്ലോ പഴയതായിട്ട് ചിന്തിക്കുന്നവർ. പഴമയാണ് പുതുമയേക്കാൾ ചില കാര്യങ്ങളിൽ നല്ലതെന്നും. അപ്പം നയന പുഞ്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മുത്തശ്ശിക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ഗോവിന്ദൻ ആദർശോട് പറയുന്നുണ്ട്, മോനെ, നയന മോളെ ഞങ്ങൾ കാണാൻ വരുന്നതിനും വിളിക്കുന്നതൊന്നും മോന് ഇഷ്ടമല്ലെങ്കിൽ മോൻ പറഞ്ഞോട്ടോ, അതൊക്കെ ഞങ്ങൾ അതുപോലെ അനുസരിച്ചോളാം. പിന്നെ ഞങ്ങൾ അതിലൊന്നും മുതിരില്ല. അപ്പോൾ ആദർശ വിനയത്തോട് പറയാണ്, ഏയ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ദേവയാനി അത് കേട്ടിട്ട് അവരെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കനക സന്തോഷത്തോടു കൂടി പറയാണ്, നിങ്ങൾ ഇരുവരും ജീവിതകാലം മുഴുവൻ ഇതുപോലെ സന്തോഷത്തോടെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ അമ്മയുടെ മനസ്സിൽ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു നയനയുടെ ആദർശിൻ്റെ ജീവിതം കാണുന്ന സമയത്ത്. പക്ഷേ ദേവയാനിക്ക് ഭയങ്കര പുച്ഛമാണ്. അതിനുശേഷം അവരോട് യാത്ര ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം മൂർത്തി പറയുന്നുണ്ട്, ഇങ്ങനെ വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കണമെന്നില്ല, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടേക്ക് വന്നോ. അപ്പോൾ അതൊക്കെ സമ്മതിച്ചിട്ടാണ് അവർ ഇറങ്ങുന്നത്. യാത്രയാക്കാൻ വേണ്ടി തൊട്ട് പിന്നാലെ തന്നെ നയനയും പോകുന്നുണ്ട്. അപ്പം അവിടെ എത്തിയ സമയത്ത് നയനയോട് അവർ പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ യാത്രയാവുന്ന സമയത്ത് പോലും നവ്യമോളൊന്ന് താഴെ ഇറങ്ങി വന്നില്ല. കനക സങ്കടത്തോടെ പറയാണ്. അപ്പോൾ നയനക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, അവളിൽ നിന്ന് ഞങ്ങൾ അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ മോളെ നവ്യമോളുടെ കാര്യം കൂടെ മോള് നോക്കണം. അന്ന് പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ പോയതുപോലെ അനന്തപുരിക്കാർക്ക് ഇഷ്ടമില്ലാത്തത് നവ്യമോൾ ചെയ്യാൻ വേണ്ടി പോകുന്നതൊക്കെ മോളൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ലൊരു വീടും ഇതുപോലെ നല്ലൊരു ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ടാണ്. അതൊക്കെ മോൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഇരട്ടിയായി എൻ്റെ മോൾ ഈ കുടുംബത്തെ സ്നേഹിക്കുകയും ചെയ്യും. എന്നാൽ അതുപോലെയല്ല നവ്യയുടെ കാര്യം. അപ്പം ഗോവിന്ദനും പറയുന്നുണ്ട്, ശരിയാ മോളുടെ അമ്മ പറഞ്ഞത്. സ്വാർത്ഥത ഒരുപാടുള്ള കൂട്ടത്തിലാണ് നവ്യ. നയനയും പറയും, അതെ, അതുപോലെ തന്നെ സ്വാർത്ഥതയുള്ള ഒരുപാടുള്ള ഒരാളെയാണ് ചേച്ചിക്ക് കിട്ടിയതും. ഈ വീട്ടിൽ മറ്റുള്ളവരെ പോലെ ചിന്തിക്കൊന്നും ചെയ്യാത്ത ആൾക്കാരാ അഭിയും അവൻ്റെ അമ്മയും ഒക്കെ. അപ്പോഴും കനക പറയുന്നുണ്ട്, മോളെ, അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ മോൾക്കേ പറ്റൂ. അതിനുവേണ്ടി എന്ത് സഹായവും ചെയ്യുന്ന ഒരാളാണ് ഭർത്താവായിട്ട് കൂടെ ഉള്ളത്. അത് കേൾക്കുന്തോറും നയനക്ക് സന്തോഷം ഇരട്ടിക്കുകയാണ് ആദർശിനെ കൊണ്ട് പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ. പാവ ആദർശ് മോൻ, എന്തൊക്കെ മോളെ വഴക്ക് പറഞ്ഞാലും മോളുടെ അമ്മയ്ക്കൊപ്പം നിന്നാലും മോള് പറയുന്ന പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ആദർശ് മോന് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പം നയന പുഞ്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കരയേണ്ടി വന്നാലും നമ്മളെ സ്നേഹിക്കുന്നവരെ കരയിപ്പിക്കരുത് മോളെ. ഗോവിന്ദനും പറയുന്നുണ്ട്, ഇല്ല, ഇനി എന്നോട് ആദർശേട്ടൻ വഴക്കുണ്ടാക്കാൻ വന്നാലും ഞാൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കില്ല. നയന വാക്ക് കൊടുക്കുകയാണ്. എനിക്കറിയാം, ഇതുപോലൊരു ഭർത്താവിനെ അധിക പെൺകുട്ടികൾക്കൊന്നും കിട്ടിക്കാണില്ല എന്ന്. ശരി മോളെ, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോഴേക്കും നയനെ അവർക്കൊപ്പം നടക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോള് പോയിക്കോ, ഞങ്ങളുടെ പിന്നാലെ വരണ്ട. ശരി അച്ഛാ. അങ്ങനെ അവരവിടുന്ന് യാത്രയായതിനു ശേഷം കൈക്കുള്ളിൽ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്ന കടലാസ് നയന എടുക്കുകയാണ്. അതായത് പൂജാമുറിക്കുള്ളിൽ വെച്ചിട്ട് അവരുടെ ആഗ്രഹം എഴുതിയിട്ടുണ്ടായിരുന്ന കടലാസ് ഉണ്ടല്ലോ, ഇത് ആദർശിൻ്റെ ആഗ്രഹം എഴുതിയ കടലാസ് നയന എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടലാസ് എടുത്തിട്ട് നയന ഇങ്ങോട്ടേക്ക് നടന്നു വരികയാണ് അത് വായിക്കാൻ വേണ്ടിയിട്ട്. ആരുമില്ല അവിടെ നിന്നൊക്കെ, ചുറ്റിലും കണ്ണോടിക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ അത് തുറക്കാൻ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ആദർശ് പിന്നിൽ വന്നിട്ട് സംസാരിക്കുകയാണ്. അവർ പോയിട്ടും നീ എന്താ അവിടെ തന്നെ നിന്നേ? അപ്പോൾ നയന വേഗം കടലാസ് വീണ്ടും ഒളിപ്പിച്ച് വെക്കുകയാണ്. എന്നാൽ പിന്നെ നിനക്കും അവരുടെ കൂടെ പോയിക്കൂടായിരുന്നോ? അപ്പം നയന പറയും, എങ്ങനെ കൂടെ പോവും, അതിവിടെ ഒരാൾക്ക് സങ്കടാവില്ലേ? അപ്പോൾ ആദർശ് ചോദിക്കും, ആർക്ക്? എൻ്റെ ഭർത്താവിന് തന്നെ. സത്യം പറ ആദർശേട്ടാ, എന്നെ പിരിഞ്ഞ് ഒരു ദിവസമെങ്കിലും ആദർശേട്ടന് ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ആദർശ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ കരുതിക്കോ. അത് ഞാൻ നിഷേധിക്കാനൊന്നും പോകുന്നില്ല. അപ്പം നയന പറയും, നിഷേധിച്ചാലും ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയോ? എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ആദർശേട്ടനാണെന്നാ. അപ്പോൾ ആദർശ് തിരിച്ചു ചോദിക്കുകയാണ്, അതിന് മൂർത്തി ജ്വല്ലറിയിലെ ഗോൾഡിനേക്കാളും മൂല്യമുണ്ടോ? എന്താ സംശയം? അതിനേക്കാളും മൂല്യമുള്ള 10 മാറ്റാണ് എൻ്റെ ആദർശേട്ടൻ. അപ്പോൾ ആദർശ് പറയും, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആദർശ് അകത്തേക്ക് പോയപ്പോൾ നയന വിചാരിക്കുന്നുണ്ട്, ഇനി ഏതായാലും ഈ കത്ത് വായിച്ചേ പറ്റൂ. ആദർശേട്ടൻ എന്താ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ അത് നടക്കണം എന്നാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്തായാലും ആദർശേട്ടൻ എന്താ ആഗ്രഹിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടുതലായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം അത് നടക്കണമെന്ന്. എന്നിട്ട് പൂജയും വഴിപാടും ഒക്കെ നടത്തണം. അതിനുശേഷം കടലാസ് തുറന്നിട്ട് നയന കത്ത് വായിക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ ശബ്ദത്തിലാണ് ആ കത്തിൻ്റെ ഇത് കേൾക്കുന്നത്.
ഭഗവാനെ, എൻ്റെ മനസ്സെന്താണെന്ന് നിനക്കറിയാം. ജീവിതത്തിൽ ആരും കളിക്കാത്ത നാടകങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അഭിനയിച്ച് തകർക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എനിക്കിങ്ങനെ അതിശയായിക്കൊണ്ടിരിക്കുകയാണ് കത്ത് വായിക്കും തോറും. അവിടെ എൻ്റെ അമ്മ വേദനിക്കുന്നതാ ഏറ്റവും സങ്കടം. എൻ്റെ ഭാര്യയെ ഞാനിപ്പോൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഭഗവാൻ അറിയാലോ. എനിക്ക് അതിശയൊക്കെ മാറി അമ്പരപ്പിലേക്കും അതിലേറെ ഞെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ മുത്തശ്ശൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിലായ ശേഷം ഞാൻ മുത്തശ്ശന് കൊടുത്ത വാക്കാ നേനെ സ്നേഹിച്ചോളാന്ന്. നേനക്ക് സത്യത്തിൽ അതൊരു ഷോക്കായിരുന്നു ആ ന്യൂസ് എഴുതിയ വാർത്തകൾ. വീണ്ടും അവൾ കത്തിലേക്ക് കണ്ണു കൊണ്ടുപോവാണ്. അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ വാക്കുകൾ ഞാൻ ഒരിക്കലും ധിക്കരിക്കില്ലായിരുന്നു. നേനക്ക് പറയാൻ പറ്റാത്ത സങ്കടം ഇങ്ങനെ തികട്ടി വരുമായിരുന്നു. എൻ്റെ അമ്മയോളവും മുത്തശ്ശനോളവും വലുതല്ല എനിക്കാരും. അതുകൊണ്ട് മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അമ്മയെ വേദനിപ്പിക്കേണ്ടി വരും. അതിനുശേഷം അമ്മ എന്ത് തീരുമാനിക്കുന്നുവോ അതേ നടക്കൂ. എൻ്റെ അമ്മ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അതിന് മടിക്കില്ല. നേന ഇങ്ങനെ വായിക്കും തോറും ഷോക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നേന വായിച്ചുകൊണ്ടേയിരുന്നത്. ആദർശിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ കാണുന്ന സമയത്ത് നേന സത്യമായിട്ടും അത് സത്യസന്ധമായ പ്രണയമാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മയെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെന്നോട് ക്ഷമിക്കണേ ഭഗവാനെ. ആദർശിൻ്റെ കത്തിലെ അവസാന വരികൾ അതായിരുന്നു. ആ കത്ത് വായിച്ചു തീർന്നതും നേന പൊട്ടി കരയുകയാണ്. സഹിക്കാൻ പറ്റാത്ത ആ ഒരു സങ്കടം ഇങ്ങനെ അഗ്നിപർവ്വതം പോലെ മനസ്സിൽ കിടന്ന് എരിയാണ്. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ നേന പുറത്തേക്ക് നടക്കുകയാണ്. അനന്തപുരിയുടെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്കും അതിനുശേഷം ഗേറ്റ് കടന്ന് പുറത്തേക്കും പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലകാല ബോധമില്ലാത്ത ഒരാളുടെ പ്രവൃത്തിയിലൂടെയായിരുന്നു നേന പോയിക്കൊണ്ടിരുന്നത്. കാരണം ആ കത്ത് വായിച്ചതിന് ശേഷം താൻ എവിടെയാണെന്നോ തൻ്റെ ജീവിതം തന്നെ നിശ്ചലാക്കപ്പെട്ടൊരവസ്ഥയായിട്ടാണ് നേനക്ക് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് അനന്തപുരിക്കകത്ത് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അനിയും ടെൻഷനാണ്. അനി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശി വരുന്നുണ്ട്. എടാ എന്തു പറ്റി, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അപ്പം അനി എഴുന്നേറ്റിട്ട് പറയാണ്, അല്ല അവരൊക്കെ എന്താ ആൾക്കാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ആ അനാമികയുടെ. അപ്പോൾ ആദർശി ചോദിക്കും, അവർക്കെന്താ കുഴപ്പം? അല്ലേട്ടാ, ആദ്യമായിട്ട് അവളുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നത്, അപ്പം തന്നെ കല്യാണം ആലോചിക്കുകയാണോ വേണ്ടത്? അതൊക്കെ ശരിയാണോ? അപ്പോൾ ആദർശി പുഞ്ചിരിച്ചുകൊണ്ട് പറയും, എടാ അതല്ലേ ശരി, അവർ വളഞ്ഞ വഴിയൊന്നും അല്ലല്ലോ സ്വീകരിച്ചത്. ആണോ? വളരെ മാന്യമായിട്ട് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുമായിരുന്നല്ലോ. അതല്ല ഏട്ടാ, പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആദ്യം നമ്മളല്ലേ പോവേണ്ടത്. അതിന് നീ പോയല്ലോ. നീ പോയതിന് ശേഷമല്ലേ അനാമിക ഇങ്ങോട്ടേക്ക് വന്നത്. അതിനും ശേഷമല്ലേ അവൾ അച്ഛനെയും അമ്മയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഡാ, നീ വെറുതെ നമ്പർ ഇളക്കണ്ട കേട്ടോ. ആ പെങ്കൊച്ചിൻ്റെ പിന്നാലെ നടന്ന് അതിനെ മയക്കിയെടുത്തിട്ട് നീ ഇപ്പോൾ നല്ല വിള്ള ചമയാൻ ശ്രമിക്കുന്നോ? അല്ലേട്ടാ, ഇത് നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അനി ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും ആദർശ് കുറച്ച് കടുപ്പിച്ച് പറയുന്നുണ്ട്. ഒന്നുമില്ലെന്നായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ അനി ഇങ്ങനെ പറയാൻ പറ്റാത്തതിൻ്റെ ആ ഒരു നീരസത്തിൽ എന്നൊക്കെ ആക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എടാ നിനക്ക് എന്തായാലും അവളെ ഇഷ്ടമാണ്. ഇന്ന് വരെ ഏതെങ്കിലും പെൺകുട്ടികൾ നിന്നെ തേടി വന്നിട്ടുണ്ടോ? നീ ഏതെങ്കിലും പെൺകുട്ടികളെ അങ്ങോട്ട് തേടി പോയിട്ടുണ്ടോ? അല്ല അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഇവിടെ ഞാൻ പോലും അറിയാതെയാ നീ അനാമികയുടെ വീട്ടിൽ പോയത്. എന്ന് വെച്ചാൽ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നീ തന്ത്രപരമായിട്ട് അവരെ ഇങ്ങോട്ടേക്ക് വരുത്തിയതാ. അയ്യോ ഏട്ടാ, എന്തിന്? അപ്പോൾ ആദർശ് പറയും, കല്യാണം ആലോചിക്കാൻ വേണ്ടി. ഏട്ടാ സത്യമായിട്ടും അനി പറയാൻ തുടങ്ങുമ്പോഴേക്കും ആദർശ് പറയാണ്, എടാ ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ അവളുടെ വീട്ടുകാരെയും ആ വാക്കിന് അർത്ഥമില്ലാത്തവരാക്കാൻ പാടില്ല. അപ്പോൾ അനി വീണ്ടും പറയണം, ഏട്ടൻ കരുതുന്നത് പോലെ ഞാൻ സീരിയസ് അല്ല, ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ആദർശ് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, എടാ ഞാനൊരു കാര്യം പറയാം, വിവാഹത്തിന് മുമ്പ് പ്രണയിക്കാത്തതാ എനിക്ക് പറ്റിയ തെറ്റ്. എന്ന് വെച്ചാൽ ഞാൻ ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിലെ അടക്കം ഒതുക്കമുള്ള പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവളെ എനിക്ക് കല്യാണം കഴിച്ചുകൂടായിരുന്നോ? അപ്പോൾ അനി തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കല്യാണം കഴിച്ച ആൾ അടക്കം ഒതുക്കമുള്ള ആളല്ലേ? അപ്പോൾ ആദർശ് പറയും, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഏട്ടൻ പ്രേമിച്ച് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഏട്ടൻ്റെ ജീവിതം 8 നിലയെ പൊട്ടിയേനെ. നയനേടത്തി ഏട്ടൻ്റെ ലോട്ടറി ആണെന്ന് വേണമെങ്കിൽ പറയാം. വേറൊരാളുണ്ടല്ലോ ഇവിടെ, എൻ്റെ മറ്റേ ഏടത്തി. നയനേടത്തിയുടെ ഏട്ടത്തിയാണെന്ന് പറയുമോ? ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവരാണെന്ന് പറയുമോ? അപ്പോൾ ആദർശ് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയും, രണ്ടും കണക്കാ. മൂന്നാമതൊരെണ്ണം കൂടെയുണ്ട്, ഇന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ. അവളെ ഈ വീട്ടിൽ വന്നിട്ട് ഒരു യാത്ര പോലും പറയാതെയാണ് പോയത്. അപ്പോൾ അനി പറയുന്നുണ്ട്, അല്ല അവളും നയനേടത്തിയെ പോലെ നല്ലൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആദർശ് പറയും, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അവൾക്ക് കുറേ അഭ്യാസങ്ങളൊക്കെ അറിയാം, കരാട്ടയൊക്കെ പഠിച്ചതാ. അത് മാത്രമാണ് അവൾക്കുള്ളൊരു മെച്ചം, അല്ലാതെ സ്വഭാവമൊക്കെ കണക്കാ. അതേസമയം ഈ അനാമിക അവളുടെ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും കുഴപ്പമില്ല. നിനക്ക് യോജിച്ച ബന്ധാ. അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് ഒരു ഭർത്താവാൻ തയ്യാറെടുത്തോ. അപ്പോൾ അനി വീണ്ടും പറയാണ്, അയ്യോ ഏട്ടാ, എനിക്ക് അതിനൊന്നുള്ള പക്വതയൊന്നും ആയിട്ടില്ല. അപ്പോൾ ആദർശ് ചോദിക്കും, പക്വതയില്ലായിട്ടാണോ നീ അവളുടെ പിന്നാലെ നടന്നത്? എടാ നിനക്ക് നല്ല പക്വതയുണ്ട്, അതില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ വിചാരം. പക്ഷേ നീ അത് ഞങ്ങളുടെ മുന്നിൽ തെളിയിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പം നീ അത് തെളിയിച്ചു കഴിഞ്ഞു, ഇനി പോയി കെട്ടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. അനിയാണെങ്കിൽ ആകെ മൊത്തം കുഴഞ്ഞൊരവസ്ഥയിലുള്ളത്. ആദർശ് മുറിയിൽ വരുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് ഇവളിതെവിടെ പോയി? അവളുടെ അച്ഛനും അമ്മയും യാത്രയാക്കിയിട്ട് വന്നതാണല്ലോ.
താഴെ വന്നിട്ട് കിച്ചണിലൊക്കെ നോക്കുകയാണ് ഞാനെ. അപ്പം ജാനകി അവിടെ ടേബിൾ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, മോൻ ആരെയാണ് നോക്കുന്നത്? അല്ല, ഞാൻ നയനയെ നോക്കുമായിരുന്നു. അപ്പോൾ അവർ ചോദിക്കും, എന്ത് പറ്റി ആദർശേ? അല്ല, കുറച്ചു നേരമായിട്ട് അവളെ കാണുന്നില്ല, ആദർശ് പറയാണ്. അപ്പോൾ അവർ തമാശ ആയിക്കൊണ്ട് പറയും, ആഹാ, ഒരു നിമിഷം പോലും ഭാര്യയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല ഇളയമേ. ആര് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലെന്ന്? ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ലെന്നും കരുതണ്ട കേട്ടോ. ഇവിടെ നടക്കുന്ന പ്രകടനങ്ങളൊക്കെ ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. ചില സമയത്ത് പരിസര ബോധം ഇല്ലാതാ ഓരോന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദർശ് പറയും, ഇളയമ്മ പറയുന്ന പോലെയൊന്നും ഇല്ല, കുറച്ചു നേരമായിട്ട് അവൾ കാണാനില്ല, അതുകൊണ്ടാണ് നോക്കിയത്, അതിന് വേറൊരു കളർ കൊടുക്കണ്ട. അപ്പോഴേക്കും ജയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരുടെ സംസാരം കേട്ടിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്താ ഇവിടെ? അപ്പോൾ ജാനകി ചിരിച്ചുകൊണ്ട് പറയും, അല്ല, ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഭർത്താവ് എല്ലായിടത്തും അരിച്ചു പെറുക്കി നോക്കുക. ആഹാ, നയനമോളെ എവിടെ? അയാൾ ചോദിക്കുകയാണ്. ആദർശ് പറയും, കാണുന്നില്ല. ഒരു നിമിഷം പോലും ഭർത്താവിന് ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ഏട്ടാ, ജാനകി കളിയാക്കുകയാണ്. അപ്പോൾ ജയനും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ ആദ്യ നാടുകളിൽ എല്ലാ ആണുങ്ങളുടെയും കാര്യം ഇത് തന്നെയാണ്. കുറച്ച് കഴിയുമ്പോഴാണ് ആ സ്വഭാവത്തിന് മാറ്റം വരുന്നത്. പിന്നെയാണ് ഭാര്യ ഒരു ഭാരമാവുന്നത്. അപ്പം ജാനകി ചിരിച്ചുകൊണ്ട് പറയും, അത് ശരി, ഇത് ഏട്ടത്തി കേൾക്കണ്ട കേട്ടോ. അപ്പോൾ ജയൻ ചിരിച്ചുകൊണ്ട് പറയും, ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, നിൻ്റെ ഭർത്താവ് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ജാനകി ചിണുങ്ങിക്കൊണ്ട് പറയും, അജയേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഇതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജയൻ ആദർശനോട് പറയാണ്, മോള് ചിലപ്പോൾ അച്ഛൻ്റെ മുറി കാണൂടാ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ മോള് ചിലപ്പോൾ ചുറ്റിപ്പറ്റി അവിടെയൊക്കെ നിൽക്കാറുണ്ടല്ലോ. അവർക്ക് വേണ്ട വല്ല മെഡിസിനോ മറ്റോ കൊടുക്കാൻ പോയിട്ടുണ്ടായിരിക്കും. നീ അവിടെ നോക്കിയായിരുന്നോ? ഇല്ല, ഇനി അവിടെ മാത്രമേ നോക്കാൻ ബാക്കിയുള്ളൂ. ഞാനെന്നാ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, കേട്ടോ ഏട്ടാ, പുറമേ നയനയോട് ദേഷ്യമൊക്കെ കാണിക്കുകയാണെങ്കിലും ആദർശിൻ്റെ ഉള്ളിൽ അവൾ ജീവനാ. അപ്പോൾ ജയനും പറയും, അത് ശരിയാ, അതുകൊണ്ടാണല്ലോ കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ പലപ്പോഴും കാണേണ്ടി വരുന്നത്. ചില സമയത്ത് ആൾക്കാരുടെ മുന്നിൽ വെച്ചും രണ്ടുപേർക്കും പരിധി വിട്ട ചില പെരുമാറ്റങ്ങളുണ്ട്. പിന്നെ ഞാനതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുക. മുത്തശ്ശന് നല്ല കുഴച്ചിലുണ്ട്. മുത്തശ്ശി ഇങ്ങനെ ശരീരമൊക്കെ തിരുമ്മി കൊടുക്കുകയാണ്. അപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ മോനെ മറഞ്ഞു നിന്ന് നോക്കുന്നേ? അതുപോലെ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മുറിയിലേക്ക് മറഞ്ഞു നിന്ന് നോക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ആദർശ് മുറിയിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അല്ല, നയനെ ഇങ്ങോട്ടെങ്ങാനും വന്നു എന്ന് നോക്കുമായിരുന്നു. അപ്പോൾ അയാൾ അമ്പരപ്പോൾ ചോദിക്കുന്നുണ്ട്, മോളെവിടെ പോയി? കുറച്ചു നേരമായിട്ട് കാണുന്നില്ല, ഇനിയിപ്പോൾ ഇവിടെ എങ്ങാനും വന്നോ നോക്കാൻ വേണ്ടി വന്നതാ. അപ്പം മുത്തശ്ശിയും പറയും, പറഞ്ഞ പോലെ മോളുടെ അച്ഛനെ അമ്മയെ യാത്രയാക്കിയ ശേഷം പിന്നെ കണ്ടിട്ടില്ലല്ലോ. അപ്പം മൂർത്തി പറയും, പുറത്ത് ഡാൻസും വടംവലിയൊക്കെ നടന്നതല്ലേ, ചിലപ്പോൾ അവിടെ വൃത്തിയാക്കുവാണെങ്കിലോ? അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ രാത്രിയാണോ ഇനി വൃത്തിയാക്കുക, പകല് പോരെ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പണികളൊക്കെ അപ്പം തീർക്കുന്നതാണല്ലോ മോളുടെ രീതി, അങ്ങനെയാണെങ്കിൽ അവിടെ കൂടെ നോക്കും മോനെ. മുത്തശ്ശി പറയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ മോൾക്ക് ജോലിയോട് ജോലിയായിരുന്നു. നീ എവിടെയെങ്കിലും മാറിയിരുന്ന് ഉറങ്ങുവാണോ എന്നും അറിയില്ല. ഞാനിവിടെ എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ല. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോളുടെ മൊബൈലിലേക്കൊന്ന് വിളിച്ചു നോക്ക്. ആ, വിളിക്കാം എന്നും പറഞ്ഞ് ആദർശ് പോകുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, പിന്നെ മോളെ കാണുമ്പോൾ ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം, മോൾക്കൊരു പ്രത്യേക അഭിനന്ദനം കൊടുക്കാനുണ്ട്. ഇന്നത്തെ പൂജകളെല്ലാം അത്രത്തോളം ഭംഗിയായി, ഇനി പൂജകൾക്ക് പ്രത്യേകം പൂജാരിയെ വിളിക്കേണ്ട കാര്യമില്ല. ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഒക്കെ മോൾക്ക് മനപ്പാടാ. അതെ അതെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനെന്നാ വിളിച്ചു നോക്കാം. അപ്പം ആദർശ് അവിടുന്ന് പോയതിന് ശേഷം മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഇന്ന് അച്ഛനും അമ്മയൊക്കെ വന്നതുകൊണ്ട് മോള് ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ, ഇത് എങ്ങോട്ടാണ് പോയത്? അപ്പം അയാൾ പറയുന്നുണ്ട്, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കടോ. കനക അനന്തപുരിയിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം പാത്രത്തിലാക്കിയിട്ട് അകത്തേക്ക് വരുമ്പം നന്ദു അവിടെ ഊഞ്ഞാലയിലുണ്ടായിരുന്നു. ആഹാ, ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഇപ്പം എങ്ങനെയുണ്ട് തലവേദന? കുഴപ്പമില്ല, നന്ദു പറയാണ്. ഇതാ പൂജയുടെ പ്രസാദമാണ്, കഴിക്ക്. അപ്പം നന്ദു പറയും, എനിക്ക് വേണ്ടമ്മേ. വേണ്ടേ? ആദർശിൻ്റെ മുത്തശ്ശി പ്രത്യേകം പറഞ്ഞതാ ഇത് കൊണ്ടുവന്ന് നിനക്ക് തരണമെന്ന്. അപ്പം നന്ദു ഇങ്ങനെ വാടിയ മുഖത്തോടു കൂടി നിൽക്കുകയാണ്. നീ പ്രസാദം കഴിക്കാതെ അവിടുന്ന് പോയത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല, കനക ദേഷ്യത്തോടു കൂടി പറയും. അതിനുശേഷം ചോദിക്കുകയാണ്, എടാ നന്ദൂട്ട, നിനക്ക് എന്താടാ പറ്റിയത്? അപ്പോൾ നന്ദു പറയും, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്നൊന്നും പറയണ്ട, നിൻ്റെ അവിടുത്തെ നിൽപ്പും ഭാവമൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു ദേഷ്യത്തോടെ പറയും, അമ്മ ഇനി വെറുതെ ഓരോന്നും പറഞ്ഞ് വളച്ചൊടിക്കല്ലേ എന്നും പറഞ്ഞ് അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും കനക പിന്നാലെ വരുന്നുണ്ട്. അവിടെ നിന്നേ അപ്പോഴേക്കും ഗോവിന്ദനും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ കനക പറയും, പൂജയുടെ പ്രസാദം മോൾക്ക് വേണ്ടാന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ പറയാണ്, മോളെ അങ്ങനെ പറയാൻ പാടില്ല, ഭക്തിയോടെ പൂജകളെല്ലാം ചെയ്തത് മോളുടെ ചേച്ചിയാണ്, പിന്നെ അത് കഴിക്കില്ലെന്ന് പറയാൻ പാടുണ്ടോ? അപ്പം നന്ദു ദേഷ്യത്തോടെ പറയും, എന്നാൽ പിന്നെ കഴിച്ചേക്കാം, ഇനി അതിൻ്റെ പേരിലൊരു പരാതി വേണ്ട. കുറച്ച് മതി എന്ന് പറഞ്ഞ് കുറച്ച് വാങ്ങിക്കുകയാണ്. അല്ല, മോൾ മരുന്നെന്തെങ്കിലും കഴിച്ചായിരുന്നോ? അതിന് തലവേദന ഉണ്ടായിട്ട് വേണ്ടേ മരുന്ന് കഴിക്കാൻ? കനക പറയുന്നുണ്ട്. എനിക്ക് തലവേദന ഇല്ലെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? നിൻ്റെ തലവേദന എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അത് ശരി, അപ്പോൾ അമ്മയ്ക്കും മോൾക്കും അറിയാം, എനിക്ക് അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ പെട്ടെന്ന് കനക പറയും, അതേ ഗോവിന്ദേട്ടാ, ഞാൻ പറഞ്ഞതാ അനാവശ്യമായിട്ടൊന്നും ആലോചിച്ച് കൂട്ടരുതെന്ന്. അപ്പം നന്ദു പറയും, ഞാൻ എന്താലോചിച്ച് കൂട്ടിയെന്ന് അമ്മ പറയുന്നേ? വെറുതെ ഓരോന്നും ഉണ്ടാക്കി പറയരുത് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇവൾ ഇത്രയും ദേഷ്യപ്പെടണമെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് വേണ്ടേ ഗോവിന്ദേട്ടാ കരുതാൻ? ആ കാര്യം എന്താണെന്ന് നീയും പറയുന്നില്ലല്ലോ. അപ്പോൾ കനക പറയും,
ഇനിയിപ്പോൾ അതിവിടെ കിടന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഗുസ്തി പിടിക്കാനൊന്നും എനിക്ക് വയ്യ. അപ്പം നന്ദു ഇടയിൽ കയറിയിട്ട് പറയും, എൻ്റെ അച്ഛ ഒന്നുമില്ല, ഈ അമ്മ വെറുതെ ഓരോന്നും മനസ്സിൽ സങ്കല്പിച്ച് സംസാരിക്കുന്നതാ. എന്നിട്ട് നന്ദു അവിടുന്ന് പോയപ്പോൾ കനകേനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇതൊക്കെ? ഏയ് ഒന്നുമില്ല. ആഹാ, മോളെ പോലെ അമ്മ ഇപ്പം നുണ പറയാണോ? ഇനി അവളുടെ വിഷമത്തിൻ്റെ കാരണമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗോവിന്ദേട്ടാ. നന്ദുവിന് അവിടെ നടന്ന ഫംഗ്ഷനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ അനിമോൻ ഡാൻസ് ചെയ്യാനും അമ്പയ്യാനും ഒക്കെ കൂട്ടുപിടിച്ചത് നമ്മുടെ നന്ദുവിനെ ആയിരുന്നില്ലേ? അപ്പോഴാണ് ആ അനാമിക വന്നത്, ഇവളെ മാറ്റി അവനൊപ്പം നിന്നത്. അതൊക്കെ മോളെ നന്നായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പം അയാൾ പറയുന്നുണ്ട്, അവർ തമ്മിലല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത്, പിന്നെ ഒപ്പം നിന്നെങ്കിൽ എന്താ കുഴപ്പം? ആ കുഴപ്പം എന്താണെന്ന് നന്ദൂട്ടൻ അറിയാം. കനക അവിടെ ഇവിടെയും തൊടാതെയാണ് പറയുന്നത്. ആദർശ ആ വീട് മൊത്തം അരിച്ചു പെറുക്കി നയനയെ എവിടെയും കാണാനില്ല. തിരിച്ച് റൂമിലെത്തിയപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ എങ്ങും കാണാനില്ലല്ലോ, ഇവിടെ ഇനി എവിടെ പോയതായിരിക്കും? ഫോണെടുത്ത് വിളിക്കുന്ന സമയത്താണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. ആദർശ് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്, എടുക്കുന്നുമില്ലല്ലോ, ഇവളിനി എവിടെ പോയതായിരിക്കോ? ആദർശ് ഇങ്ങനെ മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.